ഷിജോ കുര്യനിലേക്ക് പോവുകയാണ്. ഷിജോ, നമ്മുടെ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നാളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്ന സോണി ചെറുപ്പത്തൂരിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. തിരുവനന്തപുരംകാർ എങ്ങനെയായിരിക്കും ഈ മത്സരത്തെ കാണുന്നത്? പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിൻ്റെ ഒരു നിലവാരം, അത് ലോകേതര മത്സരങ്ങൾക്ക് വലിയ തലത്തിലുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഈ മത്സരം ICC കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിനെ പറ്റി എന്താണ് കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികത്വം സുജോയ്ക്ക് പറയാനുള്ളത്? അജി, കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് എത്രമാത്രം മികച്ചതാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം പൂർണ്ണമായിട്ട് ഒരു മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളൊരു സാധ്യതയൊക്കെ വന്നപ്പോൾ അവിടുത്തെ വെള്ളം എത്രമാത്രം പെട്ടെന്നാണ് ഒഴുക്കിക്കളഞ്ഞത്, അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എത്രമാത്രം മികച്ചതാണ് എന്നുള്ളതൊക്കെ ലോകം കണ്ടതാണ്. മറ്റ് പല ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിരുന്ന കെയ്ൻ വില്യംസൺ, വെസ്റ്റ് ഇൻഡീസ് ടീമിൽ നിന്നുള്ള താരങ്ങൾ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള താരങ്ങൾ, അങ്ങനെ എല്ലാവരും ഈ കാര്യവട്ടം സ്പോർട്സ് ഹബ് പ്രത്യേകതയെപ്പറ്റി വാദോരാതെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും എന്തുകൊണ്ട് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതിന് ആദ്യഘട്ടത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ വേദിയായിട്ട് കാര്യവട്ടത്തെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ICC ഉദ്ധരിച്ചുകൊണ്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുമൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഈ മത്സരക്രമം നിശ്ചയിച്ചതിന് പിന്നാലെ, അതായത് അടുത്ത മാസം സെപ്റ്റംബർ 30 തുടങ്ങി നവംബർ 2 അവസാനിക്കുന്ന രീതിയിലാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ICC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രകാരം 5 വേദികൾ: 1 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, 2 ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയം, 3 ശ്രീലങ്കയിലെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം, മറ്റൊന്ന് ഗോഹട്ടിയിലെയും അഹമ്മദാബാദിലെയും ഗോഹട്ടിയിലെയും വിശാഖപട്ടണത്തെയും സ്റ്റേഡിയങ്ങളാണ്. അങ്ങനെ ഈ 5 സ്റ്റേഡിയങ്ങളിൽ മത്സരം നടത്താൻ വേണ്ടിയാണ് ICC തീരുമാനിച്ചിരുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് കൊളംബോയിനെ വേദിയാക്കാനുള്ള കാരണം ഇന്ത്യയിൽ വന്ന് കളിക്കില്ല എന്നുള്ള നിലപാട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മത്സരം കൊളംബോയിൽ നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ നിന്ന് കൊളംബോനെ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ മറ്റ് 4 വേദികൾ: ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയം, വിശാഖപട്ടണം, ഗോഹട്ടി, ഇങ്ങനെ ഈ 4 വേദികൾക്ക് അപ്പുറത്തേക്ക് കാര്യവട്ടത്തെ കൂടി പരിഗണിക്കും എന്നുള്ള സാധ്യതകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ വേദികൾ നിശ്ചയിച്ചതിന് പിന്നാലെ കാര്യവട്ടത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നാൽ IPL ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RCBയുടെ താരങ്ങൾ അവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു സ്റ്റാമ്പേഡ് നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായി അത്തരത്തിൽ വലിയ ഒരു മത്സരങ്ങൾ, പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ സെമി ഫൈനൽ അടക്കമുള്ള മത്സരങ്ങൾക്ക് കൂടുതൽ കാണികൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ഇന്ത്യയും പാകിസ്ഥാനും തുടരാമോ? ഞാൻ മഹേഷ് പോലൂരും കൂടെ പൊളിച്ചിരിക്കുകയാണ്. മഹേഷിലേക്ക് കൂടെ പോവുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും മഹേഷ് ചേരുന്നു. മഹേഷ്, നമ്മുടെ ഇന്ത്യൻ താരങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആശാ ശോഭനയും ഒപ്പം തന്നെ സോണി ചെറുപ്പത്തൂരും ഒക്കെ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വസന്തകാലം വരികയാണ്. പ്രത്യേകിച്ച് അത് കേരളത്തിലേക്ക് വരുമ്പോൾ, തലസ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയത്തെ ലോകോത്തര മത്സരങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന തലത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കപ്പെടാം. ഈ ഘട്ടത്തിൽ മഹേഷിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ കാര്യവട്ടം സ്റ്റേഡിയത്തെ പറ്റി, മറ്റൊന്ന് ഈ മത്സരത്തെ പറ്റി? അജി, നേരത്തെ ഷിജോ പറഞ്ഞത് തന്നെയാണ്. കാരണം ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ കേരളത്തിൻ്റെ പേര് അത് ഒന്നുകൂടി ഉറച്ചെഴുതുകയാണ് നമ്മൾ. ഇതിലേറ്റവും നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും ശക്തരായ താരങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ നമുക്കറിയാം. ഒട്ടനവധി താരങ്ങളുണ്ട്. മിന്നുമണിയാണെങ്കിലും, സജ്നയാണെങ്കിലും, ആശാ ശോഭനയാണെങ്കിലും, ഇപ്പോഴിതാ ജോഷിതയാണെങ്കിലും, അങ്ങനെ കേരളത്തിൻ്റെ ഒരു ക്രിക്കറ്റ് കരുത്ത്, വനിതാ ക്രിക്കറ്റിൻ്റെ കരുത്ത് ഒന്നാകെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് കൂടി വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഈ സമീപകാലത്ത് 1-2 മത്സരങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്നതായിരുന്നു. ഇതിപ്പോൾ 5 മത്സരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, പ്രതീക്ഷിക്കുന്നിടത്തോളം ഉള്ളൊരു ലിസ്റ്റ് ഇങ്ങനെയാണ്. സെപ്റ്റംബർ 25 ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് മത്സരം, സന്നാഹ മത്സരം അവിടെ നടന്നേക്കും. ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം സെപ്റ്റംബർ 27 കാര്യവട്ടത്ത് നടന്നേക്കും. ഒക്ടോബർ 3 ഇന്ത്യ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സരം നടന്നേക്കും. ഒക്ടോബർ 26 ഇന്ത്യ ബംഗ്ലാദേശ് മത്സരവും ഉണ്ടായേക്കും. മത്സരത്തിൻ്റെ രണ്ടാം സെമി ഫൈനൽ ഒക്ടോബർ 30 കാര്യവട്ടത്ത്. അങ്ങനെ 5 മത്സരങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരാനുണ്ട്. എന്തായാലും വലിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളും. അവർക്ക് വലിയ കരുത്താകുന്ന, നേരത്തെ ആശാ ശോഭന തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, വലിയ മാറ്റങ്ങൾക്കായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഇത് കൂടുതൽ കരുത്ത് പകരുമെന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഈ പറയുന്ന ഈ കേരളത്തിലെ ക്രിക്കറ്റിന്റെ ഒരു പുതിയ അഡ്രസ് കൂടിയായിരിക്കും അജീത്. മഹേഷാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഷിജോ കുര്യനുണ്ട്. ഷിജോ, നേരത്തെ ഷിജു സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തുടരാം.
അജയ്, ഈ മാസം 21-ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ തുടങ്ങുകയാണ്. ഈ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ എന്ന് പറയുമ്പോൾ ആദ്യ സീസൺ മുഴുവൻ മത്സരങ്ങളും നടത്തിയത് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിലാണ്. അപ്പോൾ ഈ മത്സരങ്ങൾ നടത്തുന്നത് പൂർണ്ണമായിട്ടും രാജ്യാന്തര നിലവാരത്തിലാണ്. പ്രത്യേകിച്ച് മറ്റന്നാൾ 15-ാം തീയതി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസൺ നയിക്കുന്ന ഒരു ടീമും അതുപോലെ സച്ചിൻ ബേബി നയിക്കുന്ന മറ്റൊരു ടീമും, ഈ രണ്ട് ടീമുകളുടെ കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രദർശന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ഫ്ലഡ് ലൈറ്റിന് കീഴിലാണ്. പ്രത്യേകിച്ച് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് അവിടെ 5 പിച്ചുകളുണ്ട്. ഈ 5 പിച്ചുകളും പ്രത്യേകിച്ച് ഈ അവിടുത്തെ ക്യൂറേറ്റർ ബിജു അടക്കം പറയുന്ന കാര്യമുണ്ട്, ഇത്തവണ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ 5 പിച്ചുകൾ എന്ന് പറയുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടത്തുമ്പോൾ നമ്മൾ ഈ പഴയകാല മത്സരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് പിച്ചുകളോട് താരതമ്യപ്പെടുത്താവുന്ന തരത്തിലേക്കുള്ള ഒരു പിച്ചിന്റെ സ്വഭാവം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ബാറ്റിംഗ് വിക്കറ്റാണ് എന്ന് തന്നെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാം. ഒരു ഘട്ടത്തിൽ ഇതിനു മുമ്പ് നേരത്തെ നടന്ന മത്സരത്തിൽ വളരെ ചെറിയ സ്കോറിനൊക്കെ മറ്റു പല ടീമുകളും ഓൾ ഔട്ട് ആവുകയും ഇന്ത്യ അടക്കം ഓൾ ഔട്ട് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെ അവിടെ ഒരു 300-ന് മുകളിൽ സ്കോറുകൾ ഉണ്ടായിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിന്റെ ഒക്കെ ഒരു വ്യക്തിഗത പ്രകടനം കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റ് വേദികളിൽ നടന്നതിനപ്പുറത്തേക്കുള്ള വലിയ മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടുത്തൊരു ഭാവി തലമുറ, ഭാവി ക്യാപ്റ്റൻ, എല്ലാ മേഖലകളിലും ആധിപത്യം പുലർത്തുന്ന ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള താരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ എത്രമാത്രം തിളങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ വനിതാ താരങ്ങളിൽ, പ്രത്യേകിച്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം നമ്മൾ പല വേദികളിൽ കണ്ടിട്ടുണ്ട്. ഹർമൻപ്രീത് കൗറിന്റെയും സ്മൃതി മന്ദാനയുടെയും ജമീമ റോഡ്രിഗസിന്റെയും അങ്ങനെ തുടങ്ങി മലയാളികളായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന പോലെ മിന്നുമണിയുണ്ട്, അതുപോലെ തന്നെ ആശാ ശോഭനയുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ഇവരൊക്കെ ലോകവേദികളിൽ പുറത്തെടുത്തിട്ടുള്ള ആ ഒരു കളിമികവ് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ ഒരിക്കൽ കൂടി ഒന്ന് തെളിയിക്കാൻ, ലോകവേദിയിൽ തെളിയിക്കാൻ കിട്ടുന്ന അവസരം മലയാളി ക്രിക്കറ്റ് ആരാധകരെ കൂടി സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഒരു 2 മണിക്കൂറിനകം ICC ഔദ്യോഗികമായിട്ട് അറിയിക്കും എന്നുള്ള കാര്യമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിക്കുന്നത്. നിലവിൽ 95% കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്